കാർഷിക മേഖലയ്ക്ക് പ്രധാന പരിഗണന നൽകി പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക ബജറ്റ്. യുവജനക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണനയുണ്ട്. 10 കോടിയോളം രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭ 2024-25 വർഷത്തെ ബജറ്റിൽ കാർഷികം, യുവജനക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം മേഖലകൾക്ക് മികച്ച പരിഗണനയാണ് നൽകിയത്. നഗരസഭയുടെ സമഗ്ര വികസനത്തിനുള്ള കാഴ്ചപ്പാടോടെ അവതരിപ്പിച്ച ബജറ്റിൽ വിവര വിനിമയ രംഗത്തെ പുതുചലനങ്ങളുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നു. ലൈഫ് ഭവന പദ്ധതി, സ്ത്രീ പദവി ഉയർത്തൽ, വയോജനക്ഷേമം, പാലിയേറ്റീവ് പരിചരണം തുടങ്ങിയ മേഖലയിലും നൂതന പദ്ധതികളും പരിഗണനയും നൽകുന്നു എന്നതാണ് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ച ബജറ്റിന്റെ പ്രത്യേകത. 2024-25 വർഷത്തിൽ 124,95,10,765 രൂപ വരവും 114,95,50,601 രൂപ ചെലവും 9,99,60,164 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത്. സമൂഹത്തിൽ ഏറെ പരിഗണന അറിയിക്കുന്ന വിഭാഗക്കാരായ വയോജനങ്ങൾ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് നഗരസഭ പ്രാവർത്തികമാക്കി വരുന്നത്. കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്ന സ്വാതന്ത്ര്യ പരിചരണ പരിപാടി പദ്ധതി വർഷം തൊട്ട് ഒരു യൂണിറ്റ് കൂടി കൂടുതലായി ആരംഭിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു എന്നത് അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളിലൂന്നി നിൽക്കുമ്പോഴും ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,12,26,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി, തെങ്ങ്, വാഴ, പച്ചക്കറി എന്നീ കൃഷികൾക്കായി പരിഗണന നൽകിയിട്ടുണ്ട്. അംഗനവാടി കുട്ടികൾക്ക് പോഷകാഹാര വിതരണത്തിനായി 1,25,00,000 രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചത്. നഗരസഭയ്ക്കകത്തെ 7,000 കുടുംബങ്ങൾക്ക് കൂടി കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ കേരള വാട്ടർ അതോറിറ്റിക്ക് നഗരസഭാ വിഹിതമായി നൽകാനായി 1,50,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി സൗകര്യമൊരുക്കാൻ 20,00,000 രൂപ ബജറ്റിൽ നീക്കിവച്ചു. പട്ടികജാതി വിഭാഗക്കാർക്ക് കോറം വില്ലേജിൽ ആരംഭിച്ച ജൈവഗ്രാമം പദ്ധതിയിൽ പശുഫാം, കൃഷി തുടങ്ങിയവ ആരംഭിച്ച് പട്ടികജാതിക്കാരായ കുടുംബങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് 30,00,000 രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വൃക്ക രോഗികൾക്ക് ആശ്വാസം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുമ്പോൾ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ആവർത്തന ചെലവുകൾക്കായി 40,00,000 രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിൽ മരുന്നെത്തിക്കുന്നതിനായി 35,00,000 രൂപയും ബജറ്റിൽ നീക്കിവച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 20,00,000 രൂപയും പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 5 കോടി രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ശാരീരിക, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പിനായി 43,00,000 രൂപയാണ് ബജറ്റിൽ അനുവദിച്ചത്. നഗരസഭാ പരിധിയിലെ റോഡുകളുടെ ടാറിംഗ്, റീടാറിംഗ്, ഫോർമേഷൻ, ഓവുചാൽ നിർമ്മാണം എന്നിവയ്ക്കായി 14,28,04,000 രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ ആമുഖ പ്രസംഗത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, C ജയ, സജിത, T വിശ്വനാഥൻ, സമീറ ടീച്ചർ, പ്രതിപക്ഷ കക്ഷി നേതാവ് KK ഫൽഗുനൻ, ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭ 2024-25 വർഷത്തെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കാണ് പ്രധാന പരിഗണന നൽകിയിരിക്കുന്നത്. ഒപ്പം നഗരസഭയുടെ വിവിധ മേഖലകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും തുക അനുവദിച്ചിട്ടുണ്ട്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അവതരിപ്പിച്ച ബജറ്റിൽ നഗരസഭയുടെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിന് 5 കോടി ഉൾപ്പെടെയുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാനായി ജൈവഗ്രാമത്തിന് 30,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം വിവിധ പദ്ധതികൾക്ക് നല്ല പരിഗണനയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത് എന്നാണ് ഭരണപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒരു അവകാശവാദം ഭരണപക്ഷം അങ്ങനെയാണ് ഉന്നയിക്കുന്നത്. എല്ലാ മേഖലകൾക്കും, നഗരസഭയുടെ എല്ലാ മേഖലകളിലേക്കും സമഗ്രമായ വികസനം ലക്ഷ്യം വെക്കുന്നതാണ് 2024-25 വർഷത്തെ ബജറ്റ് എന്നാണ്. എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം സർക്കാരിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന നിലയിൽ, അതായത് നിർവഹണ ഏജൻസി എന്ന നിലയിൽ മാത്രമായി നഗരസഭ ചുരുങ്ങിപ്പോകുന്നു. പ്രത്യേക പുതുമയുള്ള ഒരു പദ്ധതികളും ഈ തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇത്തവണ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നും പുതിയ ബജറ്റിൽ നിർദ്ദേശങ്ങളായി വന്നിട്ടുമില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും നഗരസഭ അവതരിപ്പിച്ച ബജറ്റിൽ എല്ലാ മേഖലകളെയും ഏതായാലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് പറയാതിരിക്കാനും നിർവാഹമില്ല. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടമന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.